ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അലമേലുവിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്യാബേജും പരിപ്പും വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഒഴിച്ചുകറിയാണ്. നമ്മുടെ ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചമ്പാവരി ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിപ്പൊക്കെ നല്ല ഈസി ആയിട്ട് വെന്ത് കിട്ടും. ഒരുപാട് ചേരുവകളൊന്നും ഇല്ല, എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റ് നമുക്കൊരു കറി വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പോവാം നമ്മുടെ വീഡിയോയിലേക്ക്. നമ്മുടെ ക്യാബേജ് പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ഇത്രയും ക്യാബേജാണ് എടുത്തിരിക്കുന്നത്, ചെറിയ കഷ്ണം. അതുപോലെ തന്നെ ഒരു പിടി പരിപ്പ് നന്നായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചേരുവയായിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ പരിപ്പും ക്യാബേജും ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. പരിപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറിക്ക് അനുസരിച്ച് നമ്മുടെ ക്യാബേജ് പെട്ടെന്ന് വേവും. പരിപ്പ് മാത്രം വെന്താതെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടിരുന്ന പരിപ്പാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. ഒരു 2 വിസിൽ മതിയാവും. നമ്മുടെ പരിപ്പ് മാത്രമാണ് അതിന് വേവാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇതാ നന്നായിട്ട് വെന്തിട്ട് പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കറിയൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതുപോലെ ആയിട്ട് നമുക്കിതൊന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ. എണ്ണയിൽ ചൂടായി വന്നിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടട്ടെ. ഇതിലേക്ക് നമ്മൾ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ വറുത്തിടാൻ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. കടുകും വറ്റൽമുളകും ഇനി നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ നമ്മുടെ കറി ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വയ്ക്കാം. നമ്മൾ വറുത്തിട്ടിട്ട് അപ്പോൾ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് തുറക്കാം. അതായത് നമ്മുടെ കറി തയ്യാറായിട്ട് ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഒഴിച്ചുകറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന പരിപ്പും ക്യാബേജും ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളൊരു 10 മിനിറ്റ് നമ്മുടെ പരിപ്പൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.